ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതൊരു ചമ്മന്തിയാണ് കേട്ടോ, വെറും ചമ്മന്തിയൊന്നുമല്ല, ഒരു കിടുക്കാച്ചി ചമ്മന്തി. ഈ കിടുക്കാച്ചി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഉണക്കമീൻ, ഉപ്പുമീൻ. ഈ ഉണക്കമീൻ കൊണ്ടാണ് ഇന്ന് ചമ്മന്തി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കടൽ വരാലാണ്. ഈ ഉണക്ക മീനെ ചതച്ചിട്ടുള്ള ചമ്മന്തി കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കുറേ പോയി കിട്ടണം. അല്ലാതെ ഈ ഉപ്പോടുകൂടി നമുക്ക് ചെയ്താൽ ഒട്ടും ഹെൽത്തിന് നല്ലതല്ല കേട്ടോ. അതുപോലെ ഡെയിലി ഉണക്കമീൻ യൂസ് ചെയ്യാൻ പാടില്ല. വല്ലപ്പോഴും ഒക്കെ ഒരു ടേസ്റ്റിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ ഒന്നും ഉപയോഗിക്കരുതാരും. പ്രഷറിനൊന്നും കൊള്ളുന്നതല്ല സാധനം. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് നമുക്കിട്ട് ഒന്ന് നന്നായിട്ട് കുതിർന്ന് അതിൻ്റെ ഉപ്പൊക്കെ പോയി കഴിഞ്ഞ് നല്ലതുപോലെ അതിൻ്റെ ചിതമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാന്ന് വെച്ചാൽ അസാധ്യ രുചിയാണ് കേട്ടോ. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. നമ്മൾ എത്ര ചോറ് വെച്ചാലും നമ്മളത് കഴിച്ചുകൊണ്ടേയിരിക്കും. ഈ ചമ്മന്തിയും പിന്നെ പച്ചമോരില്ലേ, നമ്മൾ കാന്താരിയും മുളകും ഉള്ളിയും കൂടി ഇടിച്ചിട്ട് ഇത് രണ്ടും മാത്രം മതി നമ്മുടെ കലത്തിലെ ചോറൊക്കെ തീരാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് കുതിർന്നൊക്കെ വരട്ടെ. ആ സമയത്ത് നമുക്ക് വേറെ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളി. സവോള എടുത്തത് ഉള്ളി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. മുഴുവൻ ഉള്ളിയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഉള്ളി ചേർക്കാൻ. പിന്നെ ഉള്ളിയില്ലെങ്കിൽ സവോള എടുത്താലും മതി. പിന്നെ വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും വേണ്ട, ഇതിൻ്റെ പകുതി മതി. അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇഞ്ചി ചേർത്താൽ മതി. ഞാൻ ഇത്ര ഇഞ്ചി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പില, നമ്മുടെ നാടൻ വേപ്പില. പിന്നെ മുളക്. ഇത് എരിവുള്ള മുളകാണ് കേട്ടോ. നല്ല ഫ്രഷ് മുളക് എടുക്കണേ. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളകാണ്. അപ്പോൾ നല്ല മുളക് എടുക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ തേങ്ങാപ്പീര. ഇത്രയും സാധനങ്ങൾ മതി. പണ്ടൊക്കെ ഉരലിലൊക്കെ വെച്ച് ഇടിച്ച് ഉണങ്ങിയ തേങ്ങ, കൊപ്ര തേങ്ങ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വെച്ച് ഇടിച്ച് ഉരലിലൊക്കെ വെച്ച് ഉണക്കമീൻ പൊടിച്ചൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റല്ലേ. അതുപോലത്തെ ടേസ്റ്റൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടേസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു അമ്മിക്കല്ലല്ലോ, ഇത് ഇടികല്ലിൽ വെച്ച് ഞാൻ ചതച്ചെടുക്കുകയാണ്. ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അരഞ്ഞു പോവരുത്. അതൊക്കെ ഒന്ന് ചതയേ പാടുള്ളൂ. ഇതുപോലെ ചതഞ്ഞു. ഇനി ഇതുപോലെ എല്ലാ സാധനവും ഒന്ന് ചതച്ചെടുക്കാം. ഉള്ളിയും സവോളയും ഇഞ്ചി, മുളക് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ. നമുക്ക് മുളകൊക്കെ കഴുകി ഉണക്കിയിട്ട് അപ്പം തന്നെ നമ്മൾ അത് ക്രഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മെഴുക്ക് പുരട്ടിക്കും വേറെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നല്ലതാണ്. അങ്ങനെ ചെയ്ത് വെക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. അപ്പം നമുക്കിതൊക്കെ ഒന്ന് ചതച്ചിട്ട് വരാം. ഞാനിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇടുന്നുണ്ട്. നമ്മൾ ഉണക്കമീൻ്റെ കഴുകിയൊക്കെ വരുമ്പോൾ കുറേ ഉപ്പൊക്കെ പോകും. എന്നാലും ഈ അരപ്പിനൊക്കെ ഒരു ടേസ്റ്റ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് എല്ലാം നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഉള്ളിയും സവോളയും ചതച്ചിട്ടുണ്ട്. ഇത്രയും ചതഞ്ഞാൽ മതി കേട്ടോ. മിക്സിയിലിടുമ്പോൾ ശ്രദ്ധിക്കണം, അത് അരഞ്ഞു പോവരുത്. അമ്മിക്കല്ലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്തേക്ക് ഞാൻ ഇഞ്ചി ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മുളകും കൂടി ഇടാൻ പോവുകയാണേ. വേപ്പിലയും ഇട്ട്. വേപ്പിലയ്ക്ക് ഭയങ്കര ടേസ്റ്റായി ഇടുമ്പോഴത്തേക്കും. വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില കൂടുതലിട്ടേക്കണേ. ഇത്രയുണ്ട് മുളക്. ഇതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. ചീനച്ചട്ടി പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഞാൻ 2 കഷ്ണം വേപ്പിലയിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിടുക. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വന്നപ്പോൾ ഒട്ടുമില്ല കേട്ടോ. ഇച്ചിരിയുള്ള അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പം 2 പാക്കറ്റ് മീൻ ഒന്നുമില്ല.
അപ്പോൾ അത് ഇതിനകത്തേക്കിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ വേണ്ട, നമുക്കൊന്ന് ചതച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. കൊള്ളാട്ടോ, നല്ല വേപ്പിലയും മീനും കൂടെ വെച്ചപ്പോൾ നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ടേ. രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിതിനെ ചതച്ചെടുക്കാവേ. ഈ പാത്രത്തിലിരിക്കട്ടെ. അപ്പോൾ ഈ എണ്ണ ബാലൻസ് വന്ന എണ്ണ കളയരുത്. ഈ എണ്ണയ്ക്കകത്ത് വേണം നമ്മൾ ബാക്കിയെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. തണുത്ത് കഴിഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചതയാവുള്ളൂ, അരഞ്ഞു പോവരുത്. ഇനി ഇതിനകത്തേക്ക് തേങ്ങ കൂടി ഇട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം. ഞാനൊരു 3 പിടി തേങ്ങ ഇടുന്നത്, ചെറിയ 3 പിടി. ഒരുപാട് തേങ്ങയായാൽ മീനിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും, ഇത്രയും സാധനം കൂടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് അതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പം മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു. അപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ചേർത്താണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവുള്ളൂ. കഴുകിയപ്പോൾ നല്ലപോലെ ഉപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉപ്പ് കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇതിനെയും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മതി. നമുക്ക് തേങ്ങ ഒന്ന് ചതഞ്ഞേ വരാവുള്ളൂ. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ചതഞ്ഞ് മീനും തേങ്ങയെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചീനച്ചട്ടിയിൽ ബാക്കി എണ്ണയിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി ഈ പൊടിയും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. വേപ്പിലേക്ക് കുറച്ചുകൂടി ഉണ്ടെങ്കിലൊക്കെ ഇട്ടോ കേട്ടോ. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ആ ഉള്ളിയുടെ മണവും ഉള്ളിയും പിന്നെ വെളിച്ചെണ്ണയും പിന്നെ ആ വെളിച്ചെണ്ണ മീൻ വറുത്ത വെളിച്ചെണ്ണയല്ലേ, ആ സ്മെല്ലെല്ലാം കൂടി വന്ന് മൂക്കിലേക്ക് തുളച്ച് കയറുന്നു. അപ്പം തന്നെ ചോറിനാൻ നമുക്ക് തോന്നിപ്പോകും കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി മൂത്ത് വരണ്ട. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഇതുകൂടി ഇടുകയാണ്. അപ്പോൾ ഇതിനകത്ത് കിടന്നിട്ട് ഇതിൻ്റെ തേങ്ങയുടെ ഇച്ചിരി പച്ചമണമൊന്നും ആ ടേസ്റ്റ് ഒന്ന് മാറണം. അതുവരെ ഒന്ന് ഒരു 2 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ ചതച്ച ചമ്മന്തി റെഡിയായി. കിടിലൻ ചമ്മന്തിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ചമ്മന്തിയാണെന്ന് ആരോടും പറയരുത്. കഴിക്കാനായിട്ട് ടേബിളിൽ വെച്ചിട്ട് അവർ പറയണേ എന്താ സംഭവം എന്ന് കേട്ടോ. അത്രയ്ക്ക് രുചിയുള്ളൊരു സാധനമാണിത്. നമ്മൾ വെറുതെ ഫ്രൈ ചെയ്തും മീൻ മാത്രം ചതച്ചുമൊക്കെ കഴിക്കില്ലേ, ഇതുപോലെയും കൂടെ ഇടയ്ക്കൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. എന്നും ഉപയോഗിക്കരുത്. അപ്പം നമ്മുടെ അടിപൊളി കിടിലൻ കിടുക്കാച്ചി ചമ്മന്തി റെഡിയായി. ഇനി ഇതിനെ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ബൗളിലേക്ക് ഇട്ടപ്പോൾ അതിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടി. സ്മെല്ല് അപാരമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇതിൻ്റെ മണം രുചിയും അതുപോലെ തന്നെ ടേസ്റ്റ് കറക്റ്റ്, ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മീൻ ചതച്ച ചമ്മന്തിയുടെ റെസിപ്പി വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായല്ലോ അല്ലേ? എങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.